എല്ലാവർക്കും നമസ്കാരം. LGSന്റെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടോപ്പിക്കുകളെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ചാനലിൽ നൽകുന്നത്. നിലവിൽ 1-2 ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇനി ആരും കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ ദിവസവും നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു നവോത്ഥാന നായികയെ പറ്റിയിട്ടാണ്, അതായത് അക്കമ്മ ചെറിയാനെ പറ്റിയിട്ടാണ്. LGSന്റെ എല്ലാ ചോദ്യങ്ങളിലും ഇവരെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്കമ്മ ചെറിയാനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അക്കമ്മ ചെറിയാൻ ജനിച്ചത് 1909 ഫെബ്രുവരി 14-നാണ്. ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. മാതാപിതാക്കൾ തൊമ്മൻ ചെറിയാൻ, അന്നാമ എന്നിവരാണ്. അതുപോലെ തന്നെ 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തിയ വനിത കൂടിയാണ് അക്കമ്മ ചെറിയാൻ. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഈ പ്രക്ഷോഭത്തിനോടനുബന്ധിച്ച് ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക എന്ന് പറഞ്ഞ നവോത്ഥാന നായികയാണ് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിൻ്റെ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിറ്റക്ടർ ആയി നിയമിക്കപ്പെട്ട വനിത. അതുപോലെ തന്നെ അക്കമ്മ ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം ദേശസേവികാ സംഘമാണ്. ഈ ഒരു സംഘം ആരംഭിച്ചത് 1938 അക്കമ്മ ചെറിയാൻ എന്ന കൃതി രചിച്ചത് ആർ പാർവതി ദേവിയാണ്. ഇന്ത്യ ഗവൺമെൻറ് താമ്രപത്ര അവാർഡ് നൽകി അക്കമ്മ ചെറിയാനെ ആദരിച്ചത് 1972 അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. അക്കമ്മ ചെറിയാൻ്റെ പ്രധാന കൃതി 1714 കഥ. അതുപോലെ തന്നെ അക്കമ്മ ചെറിയാൻ അന്തരിച്ച വർഷം 1982 മെയ് 5 അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെള്ളയമ്പലം, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ചാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത അക്കമ്മ ചെറിയാനാണ്. അങ്ങനെ വിളിച്ചത് ഗാന്ധിജിയാണ്. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതയും അക്കമ്മ ചെറിയാനാണ്.